ഒരു 15 ലക്ഷത്തിന്റെ താഴെ ഒരു കോമ്പാക്ട് SUVs തപ്പുന്ന സമയത്ത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രണ്ട് വാഹനങ്ങളാണ് നമ്മുടെ സ്കോഡ കൈലാക്കും അതുപോലെ തന്നെ നമ്മുടെ മാരുതി സുസുക്കി ബ്രസയും വിച്ച് ഈസ് സൂട്ടബിൾ ഫോർ യു. ആദ്യം നമുക്ക് ഇന്റീരിയർ വൈസ് സംസാരിക്കാം. നമ്മുടെ ക്യാബിനകത്തേക്ക് വരുന്ന സമയത്ത് രണ്ടും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വാഹനങ്ങളാണ്. നമ്മുടെ വീൽ ബേസ് എടുക്കുന്ന സമയത്ത് എന്താ പറയുക, മാരുതി സുസുക്കികൾക്ക് കുറച്ച് കൂടുതലുള്ളത് നമ്മുടെ കൈലാക്കിനാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഹൈറ്റും വിഡ്ത്തും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലുള്ളത് നമ്മുടെ ബ്രസയ്ക്കാണ്. പക്ഷേ നമ്മൾ ബൂട്ട് സ്പേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. ഏകദേശം 446 ലിറ്റർ ആണ്. അതായത് ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ കൈലാക്കിനാണുള്ളത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാഹനങ്ങളാണ് രണ്ടും. സ്പേസ് വൈസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുള്ളത് നമ്മുടെ ബ്രസയ്ക്കാണെന്ന് മാത്രം. ഇനിയിപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് വൈസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രസയിൽ ഇരിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ ബ്രസ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കൈലാക്കിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി നല്ല ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. കുറച്ചുകൂടി നല്ല മീറ്റർ കൺസോൾ വരുന്നുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ ഡാഷ്ബോർഡിലേക്ക് വരികയാണെങ്കിലും കുറച്ചുകൂടി നല്ലൊരു പ്രീമിയം അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്കോഡ വാഹനത്തിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കൈലാക്കിൽ നമുക്ക് ഫീൽ ചെയ്യും. ഫീച്ചേഴ്സ് വൈസ് നോക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമ്മുടെ കൈലാക്ക് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും കൈലാക്കിൽ 5 സ്റ്റാർ റേറ്റിംഗോട് കൂടിയിട്ടാണ് വരുന്നത്. ഒരു സ്കോഡ, ഒരു ടിപ്പിക്കൽ സ്കോഡയ്ക്ക് വേണ്ട എല്ലാവിധ ക്വാളിറ്റിയോടും കൂടിയിട്ടാണ് ആ വാഹനം ബിൽഡ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. ഇനിയിപ്പോൾ നമ്മൾ ബ്രസയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4 സ്റ്റാർ റേറ്റിംഗ് ആണ് നേടിയിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് വളരെ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലേക്ക് വരുന്ന സമയത്തുള്ളത്. പക്ഷേ വളരെ പ്രാക്ടിക്കലാണ് കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ഇത് തമ്മിലുള്ള ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത്. എഞ്ചിൻ വൈസ് കമ്പയർ ചെയ്യുന്ന സമയത്താണ് ഇത് തമ്മിൽ വലിയൊരു വ്യത്യാസം ഉള്ളത്. നമ്മുടെ കൈലാക്കിൽ വരുന്നത് നമ്മുടെ 1 ലിറ്റർ TSI ടർബോ പെട്രോൾ എഞ്ചിനാണ്. അത്യാവശ്യം നല്ല ഡ്രൈവ് ഫണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. ഏകദേശം 115 BHP ആണ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ബ്രസയിലേക്ക് വരുന്ന സമയത്ത് 1.5 ലിറ്റർ പെട്രോൾ ഓപ്ഷൻ ആണ്. അതിൽ തന്നെ ഫുൾ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജിയും വരുന്നുണ്ട്. അതിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 103 ഒക്കെയാണ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് സിറ്റിയിലും ഹൈവേയിൽ യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മുടെ ബ്രസയിലാണെങ്കിൽ. ഇനിയിപ്പോൾ ഇതിന്റെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രസയിൽ നമുക്ക് ഇപ്പം നോർമൽ 1.5 പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 ഒക്കെയാണ് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി എന്നുണ്ടെങ്കിൽ ഹൈബ്രിഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു 12 13 ഒക്കെ നമുക്ക് ആവറേജ് സിറ്റിയിൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. കൈലാക്കിൽ നോക്കുകയാണെങ്കിൽ അത്ര തന്നെയാണ് നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുക. ഇനിയിപ്പോൾ ഹൈവേക്ക് കയറുകയാണെങ്കിൽ ബ്രസയിനേക്കാൾ കൂടുതൽ എന്തായാലും മൈലേജ് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ കൈലാക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പ്രൈസ് വൈസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈലാക്കിന്റെ ബേസ് വേരിയന്റ് നമുക്ക് 9 ലക്ഷം റേഞ്ചിലൊക്കെ കിട്ടുന്നതാണ്. നമുക്ക് ബ്രസയുടെ ബേസ് വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം ആ ഒരു റേഞ്ചിലാണ് നമുക്ക് കിട്ടുക. ആ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഫുൾ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് സെയിം ഒക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ കൈലാക്കിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയന്റും അതുപോലെ തന്നെ അതിന്റെ തൊട്ട് മുകളിലുള്ള വേരിയന്റും ശരിക്കും വാല്യൂ ഫോർ മണി ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ബ്രസയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പ്രൈസിംഗ് തന്നെയാണ്. പക്ഷേ ഹൈബ്രിഡ് എഞ്ചിൻ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഓപ്ഷൻ ZSI പ്ലസ് വേരിയന്റിലേക്ക് പോകേണ്ടതുണ്ട്. ഇനിയിപ്പം ഇത് ആർക്കൊക്കെ എടുക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ അത്യാവശ്യം ഡ്രൈവ് ഫണ്ടും അതുപോലെ തന്നെ നിങ്ങൾ സിറ്റിയും ഹൈവേ ഒരുപോലെ ഓടിക്കുന്നു, നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്യൂവൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈലാക്കിലേക്ക് പോകാവുന്നതാണ്. ഇപ്പം ബ്രസ് ആർക്കൊക്കെ എടുക്കാന്ന് വെച്ചാൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫാമിലി മെഷീൻ ആണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രസ് എടുക്കാവുന്നതാണ്. വളരെ ചീപ്പറായിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ വൈഡ് ആയിട്ടുള്ള സർവീസ് അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പാരിറ്റീവ് പാർട്സും സർവീസ് കോസ്റ്റ് ഒക്കെ കുറവാണ് നമ്മുടെ ബ്രസയിലേക്ക് വരുന്ന സമയത്ത്. നിങ്ങൾ അങ്ങനത്തെ ഒരു വാഹനമാണ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രസയിലോട്ട് പോകാം.